നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഒടുവിൽ ലിവർപൂൾ ആ പക വീട്ടിയിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക്. റയൽ മാഡ്രിഡിന് വേണ്ടി സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് പെനാൽറ്റി ഗോളാക്കി സമനിലയാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ പെനാൽറ്റി ലിവർപൂളിൻ്റെ ഗോൾ കീപ്പർ തടഞ്ഞിട്ടു. മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി ഗോളുകൾ നേടിയത് മാക്കലിസ്റ്ററും ഗാക്പോയുമാണ്. മറുഭാഗത്ത് മുഹമ്മദ് സലാക്കും പെനാൽറ്റി ഗോളാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ കാര്യത്തിൽ നോക്കുമ്പോൾ മത്സരത്തിൻ്റെ റിസൾട്ടിനെ ബാധിച്ചില്ല. ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കിലിയൻ എംബാപ്പെ, ബ്രൈൻ ഡയസ്, ജൂഡ് ബെല്ലിംഗാം, ആർദ ഗ്യൂളർ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. മറുഭാഗത്ത് മുഹമ്മദ് സലായും ന്യൂനസും ഡയസും ചേർന്നുകൊണ്ട് ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 52-ാമത്തെ മിനിറ്റിൽ അലക്സിസ് മാക്കലിസ്റ്റർ, അർജന്റീൻ താരം അലക്സിസ് മാക്കലിസ്റ്റർ ലിവർപൂളിനെ മുന്നിലെത്തിച്ചു. കോണർ ബ്രാഡ്ലിയുടെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ വരുന്നത്. ബ്രാഡ്ലിയുടെ ഈ കളിയിലെ പ്രകടനം എടുത്തു പറയണം. ഒരു അസിസ്റ്റും 8 ഡ്യുവൽസ് വിൻ ചെയ്തതും 9 റിക്കവറീസും 85% പാസിംഗ് ആക്യുറസിയും ഒക്കെയായിട്ട് 21-കാരൻ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കളി പുരോഗമിക്കവേ റയൽ മാഡ്രിഡിന് പെനാൽറ്റി സമനിലയാക്കാനുള്ള സുവർണാവസരം, പക്ഷേ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല കിലിയൻ എംബാപ്പയ്ക്ക്. എംബാപ്പയുടെ പെനാൽറ്റി ലിവർപൂൾ ഗോൾ കീപ്പർ തടഞ്ഞിടുകയായിരുന്നു. പിന്നാലെ അധികം വൈകാതെ ലിവർപൂളിനും പെനാൽറ്റി. ഇത്തവണ മോസല കംപ്ലീറ്റ്ലി പോസ്റ്റ് മിസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ലിവർപൂൾ വീണ്ടും ഗോളടിക്കുന്നു. കളിയുടെ 76-ാമത്തെ മിനിറ്റിൽ ഗാക്പോയിലൂടെ അവർ ലീഡ് വർദ്ധിപ്പിച്ചു. അങ്ങനെ 2-0 എന്ന സ്കോറിൽ ലിവർപൂൾ വിജയിച്ചു കയറി. റയൽ മാഡ്രിഡിനോട് കാലങ്ങളായിട്ട് എരിയുന്ന പക ഒരല്പമെങ്കിലും വീട്ടി എന്നവർക്ക് ആശ്വസിക്കാം. ലിവർപൂൾ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വിരാജിക്കുന്നു. കളിച്ച 5 കളിയും വിജയിച്ച ഏക ടീം 15 പോയിന്റുമായിട്ട് അവർ 1-ാമത് നിൽക്കുമ്പോൾ റയൽ മാഡ്രിഡ് 5 കളികളിൽ നിന്ന് 2-2 വിജയവുമായിട്ട് 6 പോയിന്റും കൊണ്ട് 24-ാം സ്ഥാനത്താണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.